സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി വളരെ ദരിദ്രമായൊരു കുടുംബത്തിലെ അംഗമായിരുന്നു. വയർ നിറയെ ആഹാരം കഴിക്കുന്നതിനും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും ശാസ്ത്രി വിഷമിച്ചിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ശാസ്ത്രി പഠിച്ചിരുന്നത്. ഗംഗാ നദി കടന്നു വേണമായിരുന്നു അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ. നദി കടക്കുന്നതിന് കടത്തുകൂലിയായി 1 പൈസ വള്ളക്കാരന് കൊടുക്കണം. ദാരിദ്ര്യം കാരണം ശാസ്ത്രിക്ക് പലപ്പോഴും അതിന് ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ ശാസ്ത്രി വസ്ത്രമൂരി തലയിൽ കെട്ടി നദി കടക്കുമായിരുന്നു. അക്കരെ എത്തുമ്പോൾ കാടിൻ്റെ മറവിലേക്ക് മാറി വസ്ത്രം ധരിക്കും. ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ സ്കൂളിനടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് വയർ നിറയ്ക്കാറുമുണ്ടായിരുന്നു. കഷ്ടപ്പാടിലൂടെ വളർന്ന ശാസ്ത്രി പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. വലിയവരായി തീർന്നവരിൽ പലരും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നേരിട്ട് വളർന്നവരാണ്. കഷ്ടപ്പാടുകളാണ് പലപ്പോഴും നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. കഷ്ടപ്പാടുകൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ ശരിയായി കാണാൻ സഹായിക്കുന്നു. അതിനാൽ അവയെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ സാധിക്കണം. പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമുക്ക് ശുഭാപ്തി വിശ്വാസം വേണം. ശുഭാപ്തി വിശ്വാസം പ്രതികൂല സാഹചര്യങ്ങളെയും കഷ്ടപ്പാടുകളെയും നേരിടാനുള്ള ശക്തിയും ഓജസ്സും തരുന്നു. ആത്മവിശ്വാസമില്ലാത്തവർ ചെറിയ ചെറിയ ആകുലതകളിൽ പോലും നിരാശരും ഭയചകിതരും ആകുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സ്നേഹം സ്ഫുരിക്കുന്നതായ ഒരു വാക്കോ നോട്ടമോ അധ്വാനമോ അവരുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. എതിർപ്പുകൾ തൻ്റെ ഇടത്തോടെ സ്വീകരിക്കാനുള്ള ആവേശം അത് പകർന്നു കൊടുക്കും. അതിനാൽ കഷ്ടപ്പെടുന്നവരുടെ നേർക്ക് നാം കരുണാകടാക്ഷം ചൊരിയണം. പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന വിയന്നക്കാരൻ ഫ്രെഡറിക് ലോവി അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിൽ അമേരിക്കയിലെത്തി. അമേരിക്കയിലെത്തിയാൽ പിയാനോ വായിച്ച് ധാരാളം പണമുണ്ടാക്കാമെന്ന് ലോവി ചിന്തിച്ചു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ആഹാരത്തിന് വേണ്ടി ലോവി പലരിൽ നിന്നും പണം കടം വാങ്ങി. പണമില്ലാതെ വിഷമിച്ചിരുന്ന ലോവി തൻ്റെ പിയാനോ വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ലോവി തൻ്റെ പിയാനോയുമായി തെരുവിൽ പോയിരുന്നു. ആരെങ്കിലും പിയാനോ വാങ്ങാൻ വരും എന്ന വിശ്വാസം ലോവിക്കുണ്ടായിരുന്നു. എന്നാൽ ആരും അത് വാങ്ങാൻ വന്നില്ല. വേദനയോടെ ഫ്രെഡറിക് ലോവി പിയാനോയുടെ കട്ടകളിൽ വിരലുകൾ ഓടിച്ചു. പിയാനോയിൽ നിന്ന് മനോഹരമായ സംഗീതം പുറപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾ ലോവി ആ സംഗീതത്തിൽ ലയിച്ചിരുന്നു പോയി. കുറേ സമയം കഴിഞ്ഞ് തല ഉയർത്തി നോക്കിയപ്പോൾ പിയാനോയുടെ സംഗീതത്തിൽ മുഴുകിയിരുന്ന കുറേ ആളുകളെ അദ്ദേഹം കണ്ടു. അവർ ലോവിക്ക് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്തിട്ട് നടന്നകന്നു. ഫ്രെഡറിക് ലോവി ആ പണം എണ്ണി നോക്കി. കടം വീട്ടാനും തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും അത് അദ്ദേഹത്തിന് ധാരാളമായിരുന്നു. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. പ്രിയമുള്ളവരെ, സ്വയം വേദനകൾ മറന്ന് തൻ്റെ ജോലിയിൽ മുഴുകിയപ്പോഴാണ് വിജയത്തിൻ്റെ വെളിച്ചം ലോവിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. വേദനകളിലും കഷ്ടപ്പാടുകളിലും ജോലികളിൽ നിന്ന് പിന്തിരിയാതെ അവ ചെയ്യുമ്പോൾ വിജയം നമ്മെയും ആശ്ലേഷിക്കും. ജീവിതത്തിലെ തിക്താനുഭവങ്ങളെ മറന്ന് കർത്തവ്യങ്ങളിൽ നാം മുഴുകണം. അപ്പോൾ നമുക്ക് വളരാനും ഉയരാനും സാധിക്കും. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ആയുസ്സും ആരോഗ്യവും ഉത്സാഹത്തോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മടിയനെ പോലെ അലസതയോടുകൂടെ ഒരിക്കലും പെരുമാറുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ. എല്ലായ്പ്പോഴും ഉത്സാഹമുള്ളവരായി ജീവിതത്തിൽ വിജയം നേടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ആവശ്യമായ കൃപ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.